നമസ്കാരം. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു വ്യക്തി വിളിച്ചു. അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയം ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമായിട്ട് ഒരു ദൂരയാത്ര തുടങ്ങുകയായിരുന്നു. ഇദ്ദേഹം വിളിച്ചു, എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണം. ഞാൻ വളരെയധികം ധർമ്മസങ്കടത്തിലാണ്. ഒരു പക്ഷേ ഞാൻ ചിലപ്പം ആത്മഹത്യ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമായി യാത്ര ചെയ്യാൻ തുടങ്ങുകയെന്ന് പറഞ്ഞാലും ഈ മനുഷ്യൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, എന്നാൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കഴിവതും പെട്ടെന്ന് പറയണം. എനിക്ക് ഒരു സ്ഥലം വരെ പോവുകയാണ്, അത് കഴിഞ്ഞ് നമുക്ക് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം തമ്മിൽ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് വലിയ മിണ്ടാട്ടമോ യാതൊരുമായ സഹകരണവും ഇല്ല. എന്നാൽ ഭാര്യ കൂടെ കഴിയുന്നുണ്ട്, 2 ആൺകുട്ടികളുണ്ട്, നോർമലി ലൈഫൊക്കെ പോകുന്നുണ്ട്. എന്നാൽ അവർ തമ്മിൽ യാതൊരുമായ ഒരു റിലേഷനും ഇല്ല, സംസാരമൊന്നുമില്ല, ഒരു അകൽച്ച പോലെ ഭാര്യയും ഇങ്ങനെ കാണുന്നുണ്ട്. ഇദ്ദേഹം എന്നെ വിളിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യ എൻ്റെ ഒരു ഫോളോവറാണ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുകയും അത് മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സ്ത്രീയോട് സംസാരിക്കണം, ആ സ്ത്രീയോട് ചോദിക്കണം, എന്താണ് ഭർത്താവിൽ നിന്ന് നിങ്ങളിങ്ങനെ അകന്നു കഴിയാൻ താല്പര്യപ്പെടുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം പറഞ്ഞു വന്നപ്പം എനിക്ക് ഇയാൾ ഉദ്ദേശിച്ച ആ ഒരു സ്ത്രീയെ എനിക്ക് മനസ്സിലായി. കാരണം ഏകദേശം അതിനും കുറേ നാളുകൾക്ക് മുമ്പ് ഈ സ്ത്രീ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ അവരുടെ ഒരു കഥ എന്നോട് പറയണമെന്ന് പറഞ്ഞെങ്കിലും അവരെന്നോടത് പറഞ്ഞില്ല. ഞാനും തിരക്കുകൾക്കിടയിൽ എന്തായിരുന്നു നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്നിട്ട് ചോദിക്കാനും വിട്ടുപോയി. അങ്ങനെ ഇയാൾ പറഞ്ഞ പേര് വെച്ച് ഞാൻ സെർച്ച് ചെയ്യുകയും ഈ സ്ത്രീയെ ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ വളരെ കാഷ്വലായിട്ട് തന്നെ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അല്പം സമയം എൻ്റെ കൂടെ സംസാരിക്കാൻ ചിലവഴിക്കുമോ എന്ന് ചോദിച്ചപ്പം അവർ അന്നേരം ഇച്ചിരി തിരക്കാണ്. എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടായ കാരണം നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങളുടെ ഭർത്താവ് എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, നിങ്ങളെ തമ്മിൽ അകൽച്ചയിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിനെ വളരെയധികം മാനസികമായി വിഷമിപ്പിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞൊരു വളരെ മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നു പോയാൽ ഒരു പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹം സംസാരിക്കാനുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക, അദ്ദേഹം ഭയങ്കരധികം മാനസിക വിഷമത്തിലാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ വയ്യ, പക്ഷേ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം, അതായത് ഞാനൊരു സഹായം ചെയ്തു തരണം, ഞാൻ പറയുന്ന കാര്യം അദ്ദേഹത്തിനോട് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്താണ്, ഞാൻ പറയാം. അപ്പം എന്നോട് പറയുകയാണ്, ഈ സ്ത്രീക്ക് കോളേജിൽ പഠിച്ച സമയത്ത് ഒരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിച്ചു പോയി. അദ്ദേഹമായിട്ട് യാതൊരുമായ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കാണുകയും അവരുടെ സൗഹൃദം പുതുക്കി വീണ്ടും പ്രണയത്തിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേങ്കിൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വീട്ടിൽ വളരുന്ന 2ാമത്തെ കുഞ്ഞ് ഈ കാമുകൻ്റെ കുഞ്ഞാണ്. അത് ഭർത്താവിന് അറിയത്തില്ല. ഈ കാമുകൻ വളരെ സിൻസിയറായിട്ട് തന്നെയാണ് സ്നേഹിച്ചതെന്നും ആ കെയർ ഓഫിലാണ് ഇപ്പോൾ ഈ കുഞ്ഞുണ്ടായെന്നായിരുന്നു ഇവർ ആദ്യം കരുതിയത്. എന്നാൽ കുഞ്ഞായെന്നും തന്നെയും തൻ്റെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണമെന്ന് ഈ സ്ത്രീ അങ്ങോട്ട് ഡിമാൻഡ് വെച്ചപ്പോൾ തൊട്ട് അദ്ദേഹം പതുക്കെ വലിഞ്ഞ് ഒരു സുപ്രഭാതം ഇയാളെപ്പറ്റി ഒരു വിവരമില്ലാതായി. ഇയാളെ സ്നേഹിച്ചിരുന്ന സമയത്ത്, അതായത് ഈ അടുത്തിടയ്ക്ക് 2ാമത് കൂടിയ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് അയാളും ഭാര്യയും തമ്മിൽ വളരെയധികം പിണക്കത്തിലാണെന്നും തമ്മിൽ ചേർച്ചയില്ലാതെ പോവുകയാണെന്നൊക്കെയാണ്. പക്ഷെ ഇവർ പിന്നീട് അന്വേഷിച്ചപ്പം അവർ തമ്മിൽ യാതൊരുമായ പ്രശ്നമില്ല, അവർ ഏതൊരു യൂറോപ്പ് രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ പോക്കെല്ലാം ശരിയായപ്പം അയാൾ അങ്ങോട്ട് പോയി എന്നാണ് ഇവരറിയാൻ സാധിച്ചത്. എങ്ങോട്ടോ, യൂറോപ്പോ മറ്റേതോ വിദേശ രാജ്യത്തേക്ക് അവർ പോയി. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഇവരെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കുകയും എന്നാൽ ഈ കുഞ്ഞ് വളരുകയും ചെയ്യുന്നു. ഇവരങ്ങ് ഭയങ്കരമായ മാനസിക സംഘർഷത്തിലാണ്. ഒരു വശത്ത് ഭർത്താവിനോട് ചെയ്ത ഒരു വലിയ തെറ്റ്, മറുവശത്ത് കാമുകൻ തന്നെ മനഃപൂർവ്വം പറ്റിച്ചതാണെന്നുള്ള ഒരു ചിന്ത. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഇവർക്ക് ഭയങ്കരമായ പ്രഷറാകുകയും ഭർത്താവിനോട് ഇത് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ അവർക്കിത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ശരിക്കും ധർമ്മസങ്കടത്തിലായത് ഞാനാണ്.
ഞാനിത് എങ്ങനെ ഭർത്താവിനോട് പറയും? അപ്പം അദ്ദേഹമാണെങ്കിൽ ഈ സ്ത്രീയോട് സംസാരിച്ച ശേഷം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുക. അപ്പം ഞാൻ ഞാൻ ശരിക്കും താമസപ്പെട്ടായി. ഞാൻ പറഞ്ഞു, എനിക്കിത് പറയാൻ പറ്റുമോ? ഒരു ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ വളർത്തുന്ന 2 മക്കളിൽ ഒരു മകൻ നിങ്ങളുടെ കുഞ്ഞല്ല എന്ന് ഞാൻ എങ്ങനെ ഒരു മനുഷ്യനോട് പറയും? ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിലായിപ്പോയി. മാനസികമായി ഞാൻ വളരെയധികം വിഷമത്തിലായി. ഞാൻ എന്നാൽ രണ്ടും കൽപ്പിച്ച് അദ്ദേഹം എന്നെ വിളിക്കുന്നു പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു. അടുത്ത ദിവസം എന്നെ വിളിച്ചു. ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെയധികം ധൈര്യത്തോടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, യാതൊരുമായ മാനസിക സംഘർഷം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് വീഡിയോ കോളാണ് ചെയ്ത്. ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ ഇതാണ് കാരണം. ഈ മനുഷ്യന്റെ മുഖത്ത് യാതൊരുമായ ഭാവമാറ്റവും ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന സിഗ്നൽ ലോസ്റ്റ് ആയിട്ട് എന്തൊരു ഫ്രീസാക്കി നിൽക്കുമായിരിക്കും. ഞാനപ്പോൾ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, സാറ് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ യാതൊരുമായ ഭാവമാറ്റം വരാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഒരു കാര്യം എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു, ഇതൊന്ന് കൺഫേം ആക്കാനാണ് ഞാൻ സാറിനോട് സഹായം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എങ്ങനെ കൺഫേം ആയെന്ന് എങ്ങനെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഞാനൊരു അപ്പനല്ലേ, മൂത്ത മകനെ ഞാനാണ് വളർത്തിയത്, ഇളയ മകൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ അവൻ്റെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവരെന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമല്ല, കഴിഞ്ഞ ദിവസം ആ ലേഡി എന്നെ പിന്നെയും വിളിച്ചു. അവർ വിളിച്ചപ്പം അവരുടെ ഭർത്താവും കൂടെയുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തു. നല്ല കാര്യം. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, നിങ്ങളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. കാരണം ഇന്നിപ്പോൾ പല ആൾക്കാരും സ്നേഹിച്ചിട്ടുണ്ട് പലരും, എന്നാൽ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെയും ഭാര്യയുടെ കൂടെയും കഴിയേണ്ട പല ആൾക്കാരും വേറെ ബന്ധങ്ങൾ തേടി പോകുന്നുണ്ട്. ഈ ബന്ധങ്ങൾക്ക് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളിലേക്ക് വരും. ഒരു പക്ഷേ എൻ്റെ ഭർത്താവ് ക്ഷമിച്ചു എന്ന് കരുതി ഇതുപോലൊരു തെറ്റ് വേറൊരു സ്ത്രീ ചെയ്താൽ ആ ഭർത്താവ് ക്ഷമിക്കണമെന്നില്ല. ചിലപ്പോൾ അത് വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് എന്നോട് പറഞ്ഞു. ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.